ഗ്യാസ് പോലും കത്തിക്കാതെ വെറും 5 മിനിറ്റിനുള്ളിൽ ഒരു അടിപൊളി വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ? അതെ, നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഒരു അടിപൊളി വൈറ്റ് ചോക്ലേറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹരി. ബോൺ അപ്പറ്റിറ്റ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞിടെ ഇട്ട മാർഷ്മെല്ലോയുടെ വീഡിയോ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തതായിരുന്നു. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ, അതായത് വൈറ്റ് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഒത്തിരി റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിലൊക്കെ എന്നോട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വൈറ്റ് ചോക്ലേറ്റിൻ്റെ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് സാധാരണ ഉണ്ടാക്കുന്നത് ഡബിൾ ബോയിലൊക്കെ ചെയ്ത് ഗ്യാസൊക്കെ ഓണാക്കി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർക്കറിയാം. പക്ഷേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്യാസ് പോലും കത്തിക്കാതെ, അതായത് തീ പോലും കത്തിക്കാതെ, അടുക്കള കയറാതെ തന്നെ നമ്മൾ മിക്സിയിലാണ് ഒരു പരിപാടിയാണ് നമ്മളിന്ന് വൈറ്റ് ചോക്ലേറ്റിന് ഉണ്ടാക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തുവാണെങ്കിൽ, ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞ് മിക്സിയാണ്. നമുക്ക് അതിലേക്ക് കറക്റ്റ് 4 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. പാൽപ്പൊടി ഞാനിവിടെ അമൂല്യയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം കറക്റ്റ് 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിയിൽ പഞ്ചസാര അടിച്ച് തന്നാൽ മതി. അതിനുശേഷം ഞാനിവിടെ കറക്റ്റ് 4 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാൾട്ടഡ് ആണെങ്കിലും അൺസാൾട്ടഡ് ആണെങ്കിലും കുഴപ്പമില്ല. ബട്ടർ ഇല്ലെങ്കിൽ ഡാൽഡ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രൈൻഡ് ചെയ്തെടുത്തപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവാണ് കിട്ടിയത്. നമുക്കിത് പോരാ, കുറച്ചുകൂടെ ഒരു ലിക്വിഡ് പരുവാവണം. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം പിന്നെയും ബട്ടർ ചേർക്കുന്നുണ്ട്. ചിലർക്ക് 2 ടേബിൾ സ്പൂൺ ചേർക്കേണ്ട ആവശ്യമില്ല. 1 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കുമ്പം ഈ ഒരു ലിക്വിഡ് പരുവത്തിൽ വരും. അതായത് ലംസ് ഒന്നും ഇല്ലാതെ, കട്ട പിടിക്കാതെ നല്ല രീതിയിൽ മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവം തന്നെയാണ് നമുക്ക് വേണ്ടത് വൈറ്റ് ചോക്ലേറ്റിന്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മിക്സർ. ഇനി നമുക്കത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൗൾഡാണ്. അപ്പോൾ ഈ മൗൾഡ് കടകളിൽ മേടിക്കാൻ കിട്ടും. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് ട്രേ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഓരോ ട്രേയിലേക്കും ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ മിക്സർ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിനി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ കറക്റ്റ് ഒരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. 1.5 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ധാരാളം മതിയാവും. അപ്പോൾ നമ്മളിവിടെ 1.5 മണിക്കൂർ ശേഷം എടുത്തിട്ടുണ്ട്. കാരണം തിരിച്ച് ഇടുമ്പോൾ പോലും ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് താഴത്തോട്ട് വീഴുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ പ്ലേറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഈ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ആ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. 2-3 ഇങ്ങനെ ടക്കെന്ന് അടിച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് പ്ലേറ്റിൽ വീഴുന്നത് കാണാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ വൈറ്റ് ചോക്ലേറ്റും ആ പ്ലേറ്റിലോട്ട് ഇട്ട് വയ്ക്കാം. അങ്ങനെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കാരണം ഇത്രയ്ക്കും ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇന്ന് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ റെസിപ്പി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. തീ പോലും കത്തിക്കാതെയാണ് ഞാനിത് ഉണ്ടാക്കിയത്. കണ്ട നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം വെറും 3 ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. തീ പോലും കത്തിക്കാതെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. മിക്സിയിലിട്ട് 3 ഇൻഗ്രീഡിയൻ്റ് അരയ്ക്കുക, ഫ്രീസറിൽ വയ്ക്കുക, സംഭവം റെഡി. ഇനിയും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുറത്ത് മേടിക്കുന്നതാണോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണോ ടേസ്റ്റ് കൂടുതൽ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. നമ്മൾ വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്നുണ്ട് സംഭവം. പക്ഷേ വൈറ്റ് ചോക്ലേറ്റ് അതുപോലല്ല, നമ്മൾ അലിഞ്ഞു പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് പഞ്ചസാരയുടെ ആ പൗഡറൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ടും അലിഞ്ഞു പോകുന്നുണ്ട്. സംഭവം കൊള്ളാം, കിടുക്കി. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ കമൻസിലൂടെ അറിയിക്കണം. ഞാൻ പറ്റുന്ന എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.